ഹലോ, ഓപ്പൺ ഫ്രെയിംസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി അല്ല, മറിച്ചൊരു സിനിമയെ പറ്റിയാണ്. ആ സിനിമയുടെ ട്രെയിലർ 2-3 ദിവസം മുമ്പ് പുറത്തിറങ്ങി. ഏകദേശം ഞാൻ നോക്കുമ്പോൾ 60 മില്യൺ വ്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞാൻ പറയാൻ പോകുന്ന മൂവിയെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും. അതെ, രാമായണത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. രാമായണത്തെ പറ്റിയല്ല, ഈ സിനിമയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സിനിമയുടെ പിന്നിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് ഉണ്ട്. സോ അത് ജസ്റ്റ് നിങ്ങളായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫിലിമിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കാം. പടത്തിൻ്റെ ടൈറ്റിൽ വരുന്നത് രാമായണ, ദ വേൾഡ് ഓഫ് രാമായണ, അവർ ട്രൂത്ത് അവർ ഹിസ്റ്ററി. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിതീഷ് തിവാരിയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമിത് മൽഹോത്ര. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ഇക്കൊല്ലം നവംബർ 6 തീയതി, പാർട്ട് 2 അടുത്ത കൊല്ലം നവംബർ. രണ്ടും ദിവാലിയോട് അനുബന്ധിച്ചാണ് റിലീസ് ചെയ്യുന്നത്. പടത്തിൻ്റെ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ 2025 ഇവർ ഈ പടം ചിന്തിക്കുമ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത ബഡ്ജറ്റ് 1600 കോടിയാണ്, പാർട്ട് 1 പാർട്ട് 2 ചേർത്ത്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് ഏകദേശം 4000 കോടി അടുപ്പിച്ചാവുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു പടത്തിന് 4000 കോടി, 2 ഭാഗങ്ങളാണെങ്കിൽ പോലും ഒരു സ്റ്റോറി അല്ലേ, 4000 കോടി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവ്, ഏറ്റവും വിലയേറിയ ഒരു സിനിമയാണ് രാമായണം. ഈ പടത്തിൻ്റെ ബഡ്ജറ്റാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. ഒരു എക്സാമ്പിൾ എടുത്തു പറഞ്ഞാൽ, ഇതിൻ്റെ ആദ്യ ഭാഗത്തിന് വരുന്ന ചെലവ് ഏകദേശം 835 മുതൽ 900 കോടി രൂപയാണ്. അതാണ് ആദ്യ ഭാഗമാണ് ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം അടുത്തോണ്ടാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാക്ട് ബഡ്ജറ്റ് നമുക്കറിയില്ല. ആദ്യ ഭാഗത്തിന് വരുന്നത് 900 കോടിയാണ്. ഇനി നമ്മളൊരു കമ്പയർ ചെയ്യാൻ എടുത്താൽ, അതായത് ഈയിടെ റിലീസ് ചെയ്ത മേജർ പടങ്ങൾ, ഇപ്പോൾ സപ്പോസ് RRR, അത് 500 കോടിയാണ്. ആദിപുരുഷ് രാമായണം ബേസ്ഡ് മൂവിയാണ്, അതിന് 550 കോടി ചിലവായി. പിന്നെ ഈയിടെ ഇറങ്ങിയ കൽക്കി, അതിന് 600 കോടി. അപ്പോൾ ബാഹുബലി ആദ്യ ഭാഗവും 2 ഭാഗവും ചേർത്ത് വന്നത് 450 കോടിയാണ്. അതായത് ബാഹുബലിയുടെ 9 ഇരട്ടിയാണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ്. ഒബ്വിയസ്ലി ഇൻഫ്ലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, എന്നാലും അത് പോട്ടെ. ബാഹുബലിയുടെ 9 മടങ്ങാണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ്. അതുപോലെ തന്നെ RRR, കൽക്കി പോലുള്ള പടങ്ങളെക്കാൾ എത്രയോ മുന്നിലാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വലിയ ബഡ്ജറ്റ് കേൾക്കുമ്പോൾ തികച്ചും സ്ക്രീനിലൊരു വിസ്മയമായിരിക്കുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ VFX ആണ്. ഇതിൻ്റെ VFX ചെയ്തിരിക്കുന്നത് DNEG പറഞ്ഞ കമ്പനിയാണ്. ഈ DNEG പറഞ്ഞ കമ്പനി ഒരു ഗ്ലോബൽ ലെവൽ VFX എഡിറ്റിംഗ് കമ്പനിയാണ്. അവർ ചെയ്ത ചില ചിത്രങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഡ്യൂൺ, ഇൻസെപ്ഷൻ, ടെനറ്റ് പോലെ ലോകോത്തര പടങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് VFXൻ്റെ കാര്യത്തിൽ. പിന്നെ വേറൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം AR റഹ്മാനും ഹാൻസ് സിമ്മറുമാണ്. ഹാൻസ് സിമ്മർ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. എന്നാലും നമ്മുടെ ഇൻട്രസ്റ്റെല്ലാർ, നമ്മുടെ സൂപ്പർമാൻ പോലുള്ള കിടിലം പടങ്ങൾ ചെയ്ത ഒരാളാണ് ഹാൻസ് സിമ്മർ. സോ അതിൻ്റെ മ്യൂസിക് സെക്ഷനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രേക്ഷകർക്ക് തികച്ചും ഒരു വിസ്മയം തീർക്കാൻ പറ്റുന്ന ചേരുവകളൊക്കെ ഈ പടത്തിനുണ്ട്. ഈ ഫിലിമിൻ്റെ വേറൊരു ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ, ഈ പടം ഷൂട്ട് ചെയ്തിരിക്കുന്ന IMAXന് വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് IMAX റെസൊല്യൂഷനിലാണ് ഈ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പടത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ലോകത്തിലാദ്യമായി AI ലിപ്സിംഗ് ഉപയോഗിക്കുന്നൊരു പടമാണ് അതിൻ്റെ പ്രത്യേകത. അതായത് സാധാരണ നമ്മൾ ഈ ഹിന്ദി പടങ്ങളൊക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ സൗണ്ട് എത്രയൊക്കെ നന്നായാലും അവരുടെ ലിപ് മൂവ്മെൻറ്റും അവർ ഡെലിവർ ചെയ്യുന്ന ഡയലോഗും നല്ല വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് അത് തീരെ ഇഷ്ടവുമല്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഒരു നല്ല പടം മലയാളത്തിൽ ഡബ് ചെയ്തപ്പോലും അവരതിൻ്റെ ഒറിജിനൽ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ മെയിൻ റീസൺ ഇതാണ്, അവർക്ക് ആ ലിപ്സിംഗ് ശരിയാവുന്നില്ല. സോ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്തെന്നാൽ ഒരു അഡ്വാൻസ്ഡ് AI അൽഗോരിതം. അതായത് ആക്ടർ ഏത് ഭാഷയിൽ ഡബ് ചെയ്താലും ആ ഡബ് ചെയ്യുന്ന ഭാഷയിൽ നമ്മുടെ ലിപ്പ് സിങ്ക് ആവും. ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ലീഡ് ആക്ടർ ഇപ്പം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഒറിജിനലി. മലയാളം ഡബ്ബിങ്ങിൽ വരുമ്പോൾ നമുക്ക് വ്യത്യാസം നോർമലി അറിയാറുണ്ടല്ലോ. എന്നാൽ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ലീഡ് ആക്ടർ സംസാരിക്കുന്നത് നമുക്ക് മലയാളം പോലെ ലിപ് സിങ്കിങ് തോന്നും. സോ അത് പരീക്ഷിക്കുന്ന ഒരു ചിത്രമാണ് രാമായണം. അതുകൊണ്ട് തന്നെ
ഈ വിവിധ ഡബ്ബിംഗ് വെർഷൻ ആൾക്കാർക്കുള്ള ആ ഒരു ബോറടി മാറ്റാൻ പറ്റുമെന്നാണ് നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. ഇനി ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് ഈ പടത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 4000 കോടി രൂപ ബഡ്ജറ്റ്, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും എക്സ്പെൻസീവായ പടം ഇറങ്ങുന്നത്. രണ്ടാമത്തെ കാര്യം, അരുൺ ഗോവിൽ പറഞ്ഞ ആക്ടറാണ് ദശരഥനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ടറെ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് അധികം അറിയില്ലെങ്കിലും ഇതേ ആക്ടറാണ് 1987 ഐക്കോണിക് ഒരു സീരിയൽ ഇറങ്ങിയിരുന്നു, രാമായണം. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയാറുണ്ട് അവരുടെ കുട്ടിക്കാലത്ത് അയൽപ്പക്കത്തുള്ള എല്ലാവരും ഒരു വീട്ടിൽ കൂടി ഒരു ടി വിയിൽ കൂടെയാണ് ഇതൊക്കെ കണ്ടിരുന്നത്. ഭയങ്കര ഒരു ഹിറ്റായൊരു സീരിയലാണ്. അപ്പോൾ ആ സീരിയലിൽ രാമനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് ഈ പടത്തിൽ രാമൻ്റെ പിതാവായിട്ട് ദശരഥനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. പിന്നെ ഈ പടത്തിനെ പറ്റി ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ കാരണം ഒബ്വിയസ്ലി ഇതിൻ്റെ ബഡ്ജറ്റാണ്. 4000 കോടി രൂപ എന്ന് പറയുമ്പോൾ അത് പല സംസ്ഥാനങ്ങളുടെയും ചെറിയ ചെറിയ സംസ്ഥാനങ്ങളുടെയും GDP മുകളിലാണ്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്റ്റോറി എങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ള ആകാംക്ഷ കൂടിയാണ്. അതോടൊപ്പം ട്രെയിലറും കൂടി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് നവംബർ 6 വരെ വെയിറ്റ് ചെയ്യാം. പടം കണ്ട ശേഷം എല്ലാവർക്കും തീരുമാനിക്കാം. ഞാൻ പടം റിവ്യൂ ചെയ്യാറില്ല, സോ ജസ്റ്റ് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ വെയിറ്റിംഗ് ഫോർ എ ഗുഡ് മൂവി. താങ്ക് യു. നന്ദി, നമസ്കാരം.